എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കപാലഭാതിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പ്രത്യേകത എന്തെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. അത് നമ്മുടെ ശരീരത്തിലെ ഫുൾ ബോഡിയിലുള്ള രക്തത്തെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം നമ്മുടെ ഏറ്റവും നല്ലതായിട്ട് ക്ഷീണമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോകാൻ വേണ്ടി സാധിക്കുന്നു. എയർ ബാലൻസ് പോലുള്ള പ്രശ്നത്തെ അത് പരിഹരിക്കുന്നു. നമ്മുടെ കരൾ സംബന്ധമായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മലശോചനം നല്ല രീതിയിലാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളപ്പെടുന്നു. ഇങ്ങനെ ഒത്തിരിയും പ്രയോജനമുള്ള ഒരു എക്സർസൈസ് ആണ് കപാലഭാതി. അപ്പൊ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കപാലഭാതി. കപാലഭാതി ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മളെ ഇരിക്കേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഇരിക്കാം. ഭിത്തിയിൽ ചാരി വേണമെങ്കിൽ ഇരിക്കാം, ഒരു കുഷ്യൻ ഇട്ട് അതിന് മുകളിൽ വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയറിലായാലും ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വയറ്, നെഞ്ച്, ഷോൾഡർ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് വേണം നമ്മൾ എക്സർസൈസ് ചെയ്യാൻ. ഈ രീതിയിൽ വളഞ്ഞിരുന്ന് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുന്ന സമയത്തും ഷോൾഡർ ഇങ്ങനെ ആക്കി ചെയ്യാൻ പാടില്ല. മുഖമായാലും ആ ഒരു എക്സ്പ്രഷൻ വന്ന് ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ നമുക്ക് ഒരു ദീർഘശ്വാസം എടുക്കുകയാണ്. നിങ്ങൾ ആദ്യം ഒരു 10 തവണ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് 10 കൂടുതൽ തവണ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നിയാൽ അതൊരു അടുത്ത തവണ ഒരു 20 ആക്കുക, 30 ആക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു 60 മുതൽ 120 പ്രാവശ്യം വരെ നിങ്ങൾക്ക് അടുപ്പിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൽ കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു ദീർഘശ്വാസം എടുക്കുക. അപ്പൊ നമ്മുടെ വയറ് വീർത്ത് വരും. ശ്വാസം വിടുമ്പോൾ നമ്മൾ അകത്തേക്ക് വെച്ചിട്ട് മൂക്കും കൊണ്ട് ശക്തിയായിട്ട് ശ്വാസത്തെ പുറത്തേക്ക് തള്ളുക. ഒരു തവണ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കറക്റ്റ് അത് അറിയുന്നതിന് വേണ്ടി കൈ രണ്ടും വയറിന് മുകളിൽ ഇങ്ങനെ വെക്കാം, കണ്ണടയ്ക്കാം, ദീർഘശ്വാസം എടുക്കാം. ഇതേപോലെ നമ്മൾ ശ്വാസം വിടുമ്പോൾ ഇങ്ങനെ ആക്കണം. വയറ് ഉള്ളിലേക്ക്, മൂക്കിൽ കൂടെ ശക്തിയായിട്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് വേണം. ആദ്യം ഒരു 10 തവണ സാവകാശം ചെയ്യാം. ഇതേപോലെ ഒരു 10 തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 10 തവണ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ഇങ്ങനെ വെച്ച് ചെയ്യാം, ചിൻമുദ്രയിൽ വെച്ച് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ, നിങ്ങൾക്ക് ഏതാണോ ഉത്തമമായിട്ട് തോന്നുന്ന ആ രീതിയിൽ ചെയ്യാം. ഞാൻ വയറിൽ ഇങ്ങനെ പിടിപ്പിച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. അതിനു വേണ്ടിയാണ്. മറ്റു ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം, പുറത്തേക്ക് തള്ളുന്ന ശ്വാസം, ഇതിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ ഷോൾഡറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നെഞ്ചിന്റെ ഭാഗത്ത് ശ്രദ്ധ കൊടുക്കുക, വയറിന്റെ ഭാഗത്ത് ശ്രദ്ധ കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ ചെയ്യുക. ഇങ്ങനെ വെച്ച് ചെയ്യാം. ആദ്യം 10 തവണ ചെയ്യുക. നിങ്ങൾ എണ്ണിക്കൊണ്ട് ചെയ്യുക. ഞാനിപ്പോ എണ്ണാതാണ് ചെയ്തത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് വരി പിന്നീട് അങ്ങനെ ചെയ്യുക. ഇതാണ് കപാലഭാതി. ഇതിന് ശേഷം നിങ്ങൾ ഒരു പ്രാണായാമം ചെയ്ത് അവസാനിപ്പിക്കുക. ഏതെങ്കിലും ഒരു പ്രാണായാമം, 4 പ്രാണായാമങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രാണായാമം ചെയ്ത് നിങ്ങൾ കപാലഭാതി അവസാനിപ്പിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരി നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ യോഗ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്ന് വരി ഇന്നു മുതൽ നിങ്ങളൊന്ന് യോഗ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ഉന്മേഷം തോന്നുന്നതാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ, യോഗ കാര്യങ്ങളൊക്കെ പ്രഗ്നൻസിയിലുള്ളവർ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും സർജറി അടുത്തിടെ ചെയ്തിട്ടുള്ളവർ ചെയ്യാതിരിക്കുക. ഹൈ BP, അതുപോലെ ഹാർട്ടിന്റെ പ്രശ്നങ്ങള് അങ്ങനെയുള്ളവരൊക്കെ ചെയ്യാതിരിക്കുക. BP കുറവായിട്ടുള്ളവർക്കൊക്കെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഹൈ BP ഉള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.